എന്റെ പേരെന്താ? വേറെന്താ? പ്രണവ് വയനാട്. ബൈ ബൈ. ഓടിക്കോ. ശരിക്കും ഊട്ടിക്കൊണ്ട് ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ ഒരു ഊട്ടിയായി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പിൽ നിന്നും നമ്മൾ വേറൊരു തണുപ്പിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഊട്ടിയിലേക്ക് പോകാം. ബാക്കി കാണാം. അതെ, ചെറിയൊരു കയപ്പ്. ഇതാണ് യൂക്കാലി കഷായം. കുറച്ച് നാളത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഷോപ്പിക്കാൻ പറ്റുമോ? ടൂർ വന്ന് രണ്ട് ആദ്യമായിട്ട് ഊട്ടിക്ക് പോയി. ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട്. ഈ മരം എന്താന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല. കമന്റിലോ എന്ത് മരമാണ്? ഗോകുല് എന്തൊക്കെ ഗോകുലിപ്പോ പറയോ? ഗോകുല എന്ത് മരം? അത് തീമക്കൊന്നേ. തീമക്കൊന്നേന്നൊക്കെ പറയും. അടിപൊളി സ്ഥലം കേട്ടോ. ഊട്ടി എത്തിയോ നമ്മള്? ഊട്ടി എത്തുന്നുണ്ട്. നമ്മള് വന്നോണ്ടാന്ന് തോന്നുന്നത്. ഇവിടെ പൊരിഞ്ഞ വെയില്. ഊട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ലേശത്തണുപ്പ് പ്രതീക്ഷിച്ചു. ഞാനും പ്രതീക്ഷിച്ചു. വയനാട്ടിലെ ഓല കണ്ടപ്പോ കൊരങ്ങനെ ഇളകി. മതിയടാ, പോക്കറ്റ് ചാവോ? ടിക്കറ്റോടെ ബൈ. ഇതാണ് ഗൈസ് കുട്ടികൾ കാണാനുള്ളതാണ്. Đeo cả ra kìa. Chúng ta đeo ngoài đặt à? Tin chor. ഗൈസ്, അപ്പോൾ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. ഊട്ടിയിലെ തണുപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിച്ചു. ഇവിടെ ഫുള്ള് ചൂടാണ്. ഇവിടെ കുറെ കാടും മലയും ഇതൊക്കെ തന്നെ ഉള്ളു. വേറെ എന്തൊക്കെ ഉള്ളു? ഊട്ടിയിൽ മെയിൻ തണുപ്പാണ്, പക്ഷെ അത് ഇവിടെ ഇല്ല ഗൈസ്. ഇവിടെ നേരെ പോയാൽ ദുബായി എത്തില്ല. നമുക്ക് ഇതുവഴി തമിഴ്നാട് കയറിയല്ലോ. പറയാനില്ല അല്ലേ? വെയിലാണ്. പറ്റുമോ? വെയിലാണോ? വെയിൽ കൊണ്ട് പോലെ. എവിടെ നോക്കിയാലും മലയാളി. എവിടെ ചെന്നാലും കുറെ ഫോട്ടോ എടുക്കണം വേണ്ടി. നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നമ്മൾ എന്തിനാണ് ശരിക്കും ഇങ്ങോട്ട്? ഊട്ടി എത്തിയിട്ടില്ലേ? പറ്റിച്ചോ? അപ്പൊ
ഊട്ടിന്റെ ഒരു ഭാഗല്ലേ? പൈൻ മരങ്ങളുടെ നടുവിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് പല കവിതകളും ഓർമ്മ വരുന്നതാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്കൊരു കവിത ഓർമ്മ വന്നില്ല ഗൈസ്. കാരണം നല്ല വെയില. ഇവിടെ ഈ ഒരു പുഴയും എന്താ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കണ കഴിച്ചാൻ്റെ ഫോട്ടോ എടുത്തു. ഈ എവിടെ ചെന്നാലും കാണും കുറെ ഫോട്ടോളികൾ. നമ്മൾ വീഡിയോസാണ് എടുക്കേണ്ടത്. ഊട്ടിനെ കുറിച്ച് കോയലിന് എന്താ പറയാനുള്ളത്? നമ്മള് കണ്ടുകൊണ്ടിരിക്കല്ലേ? കണ്ടോണ്ടിരിക്കുക. നമ്മള് വിചാരിച്ച പോലെ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? പെൺകുട്ടികളൊന്നുമില്ല. അന്ന് കുറെ പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പെൺകുട്ടികളൊന്നും ഇല്ല എന്നാണ്. ഫോട്ടോഷൂട്ട് എടുക്കുന്നില്ല. ഇവിടെ ഒരു വൈഡ് ഒരു ഫോട്ടോ നടന്നു പോകുന്ന വീഡിയോ എടുത്തല്ലേ? നിങ്ങൾ നടന്നു പോകുന്നതാണ് കുറെ ആയിട്ട് എടുക്കുന്നത്. അത് യൂട്യൂബിൽ ഈ ഫോണിൽ ഞങ്ങൾ നടന്നു പോകുന്നത്. കിട്ടിയോ? കിട്ടി. ചെറുതും കിട്ടി, ഒരു വലുതും കിട്ടി. ഇത് എന്റെ വലിപ്പത്തിന്, ഇത് നിങ്ങളുടെ വലിപ്പത്തിന്. പോയി മൊത്തത്തിൽ 50 റുപ്യ ഇപ്പൊ പോയി. കൈസ് ഇവിടെ ഒന്നുമില്ല ഗൈസ്. വീട്ടിലേക്ക് വരുമ്പോൾ ബോട്ട് കെട്ടിയിലൊന്നും കയറി നമ്മളെന്നെ ചവിട്ടേണ്ടി വരും. 500 കൊടുത്താലും ജഡ്ഡിയെങ്കിലും ഉണ്ടാവും. ഹലോ ഗൈസ്, ബോട്ട് കെട്ടി പോകുമ്പോ നമ്മള് ഇത് ഓട് കഴിഞ്ഞ് നടക്കുന്ന അപ്പൊ എന്താ നമുക്ക് ഇതില് കുറച്ച് വീടും ഇല്ലേ? എന്തോ ചാടി എങ്ങനെ പോവാണ്? മുതലുണ്ടോ ഗൈസ്? അത് നീടാ പിടിച്ചാ. ജോലി നല്ല ആറ്റ ലുക്കിലാണ്. അത് തട്ടിയല്ല വീടുകളല്ലേ. നമ്മളെവിടെ പോയാലും ലുക്കില്ലേ? അതെ ഗൈസ്. നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുക. അത് തല വീണ്. ഇതെന്താ? എനിക്ക് നിന്റെ കൃഷി തുടങ്ങാൻ നല്ല പണിയുണ്ടായിരുന്നു. ഇവിടുത്തെ വ്യൂ കണ്ടോ? ശിലകളിൽ അണ്ട കാടൊക്കെ കയറി കിടക്കലാണ് ഈ അളിയൻ്റെ പരിപാടിയൊക്കെ. ആരെ ഇവിടെ ആനയൊക്കെ ഒന്ന് കണ്ടോട്ടിട്ട് പോയി. അങ്ങനെ പോയാ അങ്ങനെ വെള്ളം തരുമോ? ക്യാമറ ഓഫ് ആക്കി വെച്ചോ. ചാർജ് മുഖ്യം ബിഗിലേ. നല്ല കാലത്തൊന്നും അതെടുത്താ അതല്ലേ പിന്നെ ഇതെടുത്തോണ്ട് പോയിട്ട് പറയുന്നില്ല. ക്യാമറ ഓൺ ആയിട്ടില്ല. ഇത് ഫുൾ ചാർജ് നിക്കുന്ന തോന്നണേ. ഫുൾ ചാർജ് രാവിലെ
ആനായി പിറന്നോന താരി സാത്താരേ. പോലെ എന്തായാലും പറവല്ലേ, നീ എന്തായാലും ഉണ്ടാണ്ടിരിക്കുന്നത്. നീ വാർക്കട്ടെ അതല്ലേ. ഊട്ടിന്ന് പറഞ്ഞു വന്നതാ, പക്ഷെ ഇവിടെ തണുപ്പൊന്നുമില്ല, വെറും വെയില് മാത്രം. വെറും വെയില് മാത്രമേ ഉള്ളൂ കൈസ്. ഒരു മഞ്ഞ് പോലും തണുത്ത കാറ്റുണ്ട്. കാറ്റുണ്ടല്ലേ? ഊട്ടി അടുത്തത് ഊട്ടി എത്തിയുള്ളതാണ് ഗോകുല് പറയുന്നത്. കാരണം ഗോകുലിന് ഇവിടെ നല്ല പരിചയമുണ്ട്. ഗോകുലിന്റെ ചിന്ന വീട് ഇവിടെയായിരുന്നു കൈസ്. ചിന്ന വീട് ഇവിടെ, പെരിയ വീട് അപ്പുറത്ത്. കുഞ്ഞു മാട്ടോ അത് തല കേട്ടോ. നമുക്ക് തിരിച്ചോയില്ല, ഇപ്പൊ കഴിഞ്ഞു. കഴിഞ്ഞോ? ഇവിടത്തെ കഴിഞ്ഞു കൈസ്. ഇവിടെ എത്ര ഉള്ളു. ചളി അടിക്കാൻ മുടിയാണോ വാലിലെ മുടിയാണോ? വാലുമാക്കാം, തലയത്തെ മുടിയാക്കാം. ഇവിടെ ഉപ്പിലിട്ട് വെച്ചാലോ മതി. സുന്ദരീനെ വെള്ളത്തിൽ തള്ളിയിട്ടാലോ ഇവിടെ. ഞാൻ പൊന്തി കിടക്കും. എന്താ അറിയോ? നീന്തറിയില്ല, പക്ഷെ ഞാൻ പൊന്തി കിടക്കും. എല്ലാം എന്റെ കങ്കാരുവിന്റെ സഞ്ചി പോലത്തെ സാധനത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത പോവാണ്. കങ്കാര്, കറക്റ്റ് കങ്കാര്. അടുത്ത സ്ഥലത്ത് കങ്കാരു കുട്ടീനെയാണ് ഇടുക. പിന്നെ സാധനം മൊത്തം സ്റ്റോർ ചെയ്തില്ല. അടുത്ത സ്ഥലം അടുത്തറിയില്ല. പോകുമ്പോ ഏത് സ്ഥലം കാണും. ആ വഴിക്ക് നമ്മള് പോകുന്നു. ചെലവാണ് ഗൈസ്. കണ്ട ശരിക്ക് കുതിരന്റെ വാൽ തന്നെ. നിങ്ങൾ മുടി വളർത്തി ഇങ്ങനെ ഉണ്ടാവല്ലോ. മുടി മാത്രല്ല. ഓഹോ, ഒന്നൊരു മറ്റേ പാട്ടോടെ. ഏത്? അതിലൊരു മൂഡ് വേണം. ആ മൂടില്ലടാ. മറ്റേ പാട്ടോടെ രണ്ടുപേരെങ്കിലും പാടി. ഞാൻ അറിയാതെ വേണേ നീ എടുത്തു. വേണ്ട, ഇതിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും ഓടി വരും. നിർത്തടിയില്ല പാട്ട്. ഇവിടെ മെയിനായിട്ട് വെളുക്കിരിക്കാനേ പറ്റുള്ളൂ. കപ്പിൾസിന് വേണ്ടിട്ടാണ് പൈൻ ഫോറസ്റ്റ്. എന്നാ പോയിട്ട് കപ്പിൾസ് ആയിട്ട് വരാല്ലേ. നല്ലേ അപ്പിണ്ട്. പിണ്ടസ്റ്റ് ആയനിപ്പോ. ഓലിന് കപ്പിൾസ് ഉണ്ട്, ഓല് കൊണ്ടുവരാത്തെന്നാ പറഞ്ഞേ. അല്ലേ പോലെ രണ്ടുണ്ടോ? വൈറലായി കഴിഞ്ഞാൽ അവളാ നടന്നു പോണു. താറാവ് ഇതിന്റെ വാല് വേണോ? കുതിരന്റെ വാല് പിടിക്കില്ലേ, കാട്ടി കിട്ടും. കപ്പിൾസിനും കൊണ്ട് വേണം. അതെ, അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അവിടെ പോയി എപ്പോഴായാലും ഉണ്ടല്ലേ. എന്താ നല്ല വേഗം മലയാളിന്റെ വില കളയാന്ന് വെച്ചില്ല. പെണ്ണുങ്ങൾ ഒച്ചപ്പാടുണ്ടാകും. അതേപോലത്തെ ഒറ്റയാണോ പോണത്. സുന്ദര ബാക്കിൽ വെച്ച വാല്. ആ കറക്റ്റ്. കുതിരണ്ടല്ലോ കൈതന്റെ വാല്. ഇതെന്താണുള്ള പുറപ്പാടാ. ഓടൂ പോവാ കുതിരണ്ട
ഇതാണ് ഗൈസ് ഊട്ടിയിലേക്ക്. ഇതാണ് ഗൈസ് ഊട്ടിയിലേക്ക്. ഇതേതാ അമ്മച്ചിമാരി? ഇതിപ്പോ ഊട്ടി പെണ്ണുങ്ങൾ. ഊട്ടിലെത്തിയ പിന്നെ നമ്മളെ ഫുള്ള് ഊട്ടിപ്പാട്ട പാടാം. രസമില്ലേ? ചേച്ചി എന്താ നടക്കേറിയിരിക്കുന്നേ? അതിനുണ്ട്. അപ്പൊ നമ്മളവിടെ എത്തി ഊട്ടിയിലേക്ക്. ഊട്ടിയില് ഫുള്ള് മഞ്ഞാന്ന് പറഞ്ഞിട്ട് ഫുള്ള് സെറ്റപ്പിൽ വന്നു. നമുക്ക് ആ പൊരും വെയില്. ഈ ബാക്കി വഴി നേരത്തെ കാണാം. ബാക്കി കണ്ണുകൊണ്ട് കാണാം. പൊക്കോണ്ടിരിക്കും. കണ്ട കാണാം. ഊർപ്പുള്ളത് നിന്നെ ഫോട്ടോ എടുക്കണ ഇന്നെ മാത്രമാണ് ഇതില്ലേ നാളെത്തുമ്പോ തീരുമാനമാവും. നമ്മൾ ഇവിടുത്തെ എന്താ ഊട്ടിയിലെ വെയില് കാണാനാണോ കൊണ്ടുവന്നത്? ഊട്ടിയിലെ വെയില് കാണാനാണോ സുന്ദരി നീ ഞങ്ങളെ കൊണ്ടുവന്നത്? എനിക്കറിയില്ലായിരുന്നു ഇവിടെ നമുക്ക് വേറെ പോകാൻ. അതെ ഇതില്ല പട്ടവടയോ? രാവിലെ ഒരു വട കാണിച്ചത് ഇതാണ് നിന്റെ വാൾ. അതിനാണോ? ആ കണ്ടല്ലോ. പോവാ ശരിയെന്നാ 1750 രൂപ. കൂട്ടിച്ചല്ല ബോട്ട് കെട്ടി അപ്പൊ അവിടെ നിങ്ങളിപ്പോഴും വണ്ടി തന്നെ. എന്റെ ഫോട്ടോ എടുത്തോ ഞങ്ങൾ പോയി. നമ്മൾ ദുബായിന്ന് നേരെ ഊട്ടിയിലേക്ക് വരുന്നത്. ചടം വേണോ? ഓയില് വൈറലാകാൻ പോകാനോ? ഹോട്ടൽ സ്റ്റെപ്പിലൊക്കെ ഓട്ടാ. അതെ ഈ ചേട്ടൻ മാറിക്ക് തന്നെ ഗോകുല് പോട്ട് പോലെ സ്ഥലത്ത് വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. ഉള്ളി കയറാൻ ടിക്കറ്റ് വേണം. അപ്പൊ ഇവിടെ നിന്ന് കണ്ടിട്ട് വീട്ടിൽ പോവാ. ഗോകുല് അൽഫാമന്തി പിടിച്ചു വരുമ്പോ അറിയാ. കൈയിട്ട് വരല്ലോ കേട്ടോ അൽഫാമന്തിയില്. നമ്മളിപ്പോൾ ഉള്ളത് മലബാർ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഗോവി കഴിച്ചു എന്തായാലും പറയും. അൽഫാം മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. മന്തി വിട്ടൊരു കളിയില്ല. വരട്ടെ. ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അതാണ് നമ്മൾ പകുതി വെച്ച് വീഡിയോ കട്ട് ചെയ്യും. തട്ടിപ്പോയത് നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. മന്തി എത്തിയുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയാം. ബിരിയാണി എങ്ങനെയുണ്ട് തുന്തയ്യെ? ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ബോട്ട് ഹൗസിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബോട്ടിങ്ങാണ് ഇവിടെ മെയിൻ പറഞ്ഞത്.
പിന്നെ വേറൊരു കാര്യം, ഫുഡ് കുഴപ്പമില്ലല്ലേ? മന്തി എന്ന് പറഞ്ഞിട്ട് ചന്തിയാണ്. വലിയ കുഴപ്പമില്ല. നമ്മളെ നാട്ടിലത്തെ മന്തി നമ്മളെ നാട്ടിലത്തെ മന്തി 10 വയസ്സില്ല. ഇവിടെ ബിസിനസ്മാരാണ്. അത് തന്നെ. നല്ല ഫുഡ് കൊടുക്കുന്ന. ഊട്ടിക്ക് വരുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ നാടല്ലാത്തോണ്ട് നമ്മൾ അടിച്ചില്ല. എവിടുന്നാലും ലോണൊക്കെ എടുത്തിട്ട് വരണം, എന്നാലും ഇവിടെ മുതലാവും. അല്ലെങ്കിൽ ശരിയാവും. അളിയുള്ളതുകൊണ്ട് മാത്രം അളിയുള്ളതുകൊണ്ട് മാത്രം പിടിച്ചേക്കണം കഴിച്ചു. എന്നെ മൂഞ്ചി പോയേ. നമ്മ രണ്ട വന്നെങ്കിൽ ഇവിടെ ഒരു പാവരിച്ച തണ്ടായിരുന്നു. അവിടെ പോയി കിടക്കും. നമ്മക്ക് പേടിയില്ല, നമ്മൾ എവിടെയും കിടക്കും അല്ലേ? എൻട്രി ഫീ 20, പാർക്കിംഗ് ഫീ 80. ഇമാര് കുറേ ആകുന്നുണ്ട്. തന്നെ ഉള്ളു കാണാൻ. എന്തിനാ ഫുള്ള് കാസർഗോഡുകാരാണല്ലോ. എന്തെന്നാണ് ചൊല്ലുന്നു. ഫോറിനേഴ്സൊക്കെ ഉണ്ട്. എന്റെ പേര് ബോട്ട് ഹൗസ്, ബോട്ട് ചട്ടി. മലയാളത്തിൽ ബോട്ട് ചട്ടി. സായപ്പുണ്ട്, മതാമുണ്ട്. അടിയിട്ടോ സായമേന് ഇപ്പൊ കിട്ടിയനെ. ഗളിച്ചറിയായിരുന്നു, ഇപ്പൊ അടിച്ചു വിട്ടായിരുന്നു. ഇവിടെ ബോട്ടാണോ മെയിൻ? ഇവിടെ ഇപ്പൊ എത്ര ഉള്ളു ഗൈസ് കാണാൻ? അവിടെ ബോട്ടും വില ബോട്ടിൽ കയറാ ആണല്ലേ? അരയന്നത്തിന്റെ ഉണ്ടല്ലോ. ഇത് ഇവിടെ എത്തിയോ? ഇത് അതിന് പോയപ്പോ കണ്ടേ? അതന്നെ ഇത് അതല്ല, ഇത് വേറെ. ഇത് നമ്മള് വരുമ്പോ മറ്റേ റോഡ് ക്രോസ് ചെയ്തു. ഈ സ്ഥലത്തെ പറ്റി ബോട്ട് ചട്ടി എന്ന് പറയാം. ബോട്ട് ചട്ടി പണ്ടത് ബോട്ട് ചട്ടി, ഇപ്പൊ അറിയില്ല. ഇപ്പോഴും ബോട്ട് ചട്ടി. അടുത്ത വെള്ളത്തിൽ കേട്ടോ. നീ വേറെ ഒരു ചെറിയ ഊട്ടി ഇവിടെ പോയിരുന്നു. അത് നോക്കേരുത്, അങ്ങോട്ട് നോക്കേ. ഇതിനുള്ളിൽ കയറി ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾ ചവിട്ടി വരുമ്പോ 4 മണിയാവും. 4 മണി ആക്കണം. ഇവിടുന്ന് ഇറങ്ങി അവിടെ ചവിട്ടി തിരിഞ്ഞു 4 മണി ആക്കണം. അരമണിക്കൂർ നമ്മള് വരരുത്, നമ്മള് ചവിട്ടി ഒറ്റ പോക്കും. ബോട്ട് കൊണ്ട് വലിച്ചോണ്ട് വരും. നമ്മളെ പോയി കാറ്റ് കൊടുത്ത് വിടണം. ഞങ്ങൾ അപ്പുറത്തൊക്കെ പോയാ നമുക്ക് ചീനമാണ്. അതെ സുന്ദരി ഒന്ന് ഇരുന്നിട്ട് ഇറങ്ങിയേ. സുന്ദരി ചീനമാണ്. തൊട്ടാ പൈസ ഊട്ടിയിലാരില്ല ഗൈസ്. പൈസ പൊരിഞ്ഞ വെയിലും ഇല്ലാതെ നടക്കാൻ പറ്റൂല. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഓല് വേറെ ലുക്കാന്നാണ് ഓല് പറയുന്നത്. എവിടെ ചെന്നാലും കുറെ യോഗകളും. ഞാൻ ചിരിച്ചു പോയ വെറുതെ കാല് വെക്കുമ്പോഴാ അനങ്ങാതെ വെക്കണോ. ആളുണ്ടോ? ആളുണ്ട് കുറച്ചു പോലോ. അതിലെ വഴി നമ്മൾ കാർ കയറാൻ പോവാണ്. ബാക്കി കാർ കയറിട്ട് പറയാം. ഓര് പേടിച്ചു ദൂരോ. ഗൈസ് നമ്മളതിൽ കയറാൻ പോവാം. ഓര് പേടിണ്ടോ? അവൻ ഡ്രിഫ്റ്റ് അടിക്കുന്നു. നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി ഓണായിട്ടില്ല, ഇവിടെ ഓണാക്കില്ല.
അതായത് ഞങ്ങള് റേസിങ് ആ കൊള്ളാട്ടോ റേസ്. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതോർണം മേടിക്കാല്ലേ. കൊള്ളാട്ടോ കേസ്. പറയാൻ പറ്റില്ല. അങ്ങനെ ഫറർ ഹൗസ് ഇത് പ്രയാതാണ്. എന്തരീ ഫറർ ഹൗസ് കയറുന്നുണ്ടോ? ഇത് ഫുള്ള് പ്രേതങ്ങളാണ്. മിനി ട്രെയിൻ ഇതാണ് ഗൈസ്, മിനി ട്രെയിൻ സ്റ്റേഷൻ. പെയിൻ ബോൾ സോണിൽ കയറിയാലോ? ഇതാട്ടെ ഗൈസ് മിനി ട്രെയിൻ. ഇതാണ് മിനി ട്രെയിൻ സ്റ്റേഷൻ. ഇതിപ്പോൾ 1 കിലോമീറ്റർ പോകണമെങ്കിൽ 60 രൂപയാണ്. പൈസ ഇല്ലാണ്ട് ഈ വഴിക്ക് ആരും വരില്ല ഗൈസ്. വെറുതെ പറഞ്ഞുകൊണ്ടാ നമ്മൾ ഈ സ്ഥലത്തോട്ട് കുതിരക്ക് എന്താ വില എന്ന് വെച്ചാൽ കുതിരക്ക് എന്താ വില എന്ന് വയ്ക്കവാ ചേട്ടാ. ഒരു കുതിര എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കോ. ഇവിടെ ലോക്കലാണ്. അവിടുത്തെ പാതി പൈസ ഉണ്ടാവുള്ളൂ. കട്ട് ചെയ്തിട്ട് എന്താ ഭായ്, നമ്മള് ജിമ്മിന് പോണാണ്. പ്രോട്ടീൻ മാങ്ങയിലടാ പ്രോട്ടീനിന്റെ. അങ്ങനല്ല ഓൻ പറഞ്ഞല്ലേ, മാങ്ങ കഴിച്ചാൽ വയറ് വരും. നല്ല കുറുക്ക് യൂട്യൂബറാ ഓടിക്കോ. ഇതെന്തോ മാർക്കറ്റാണ്. ഒരു 3:30 വന്നാല് ഇവിടെ ഇപ്പൊ ചൂട് മാറി തണുപ്പായി കഴിഞ്ഞു. 3:30 വന്നു കഴിഞ്ഞാൽ ഫുള്ള് തണുപ്പായി. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഐസിനേറ്റ് ആവും. അങ്ങനെ വേണം നടക്കാൻ. ഓരോരോ പരിഷ്കാരങ്ങളെ അല്ലേ ഗൈസ്. ഇവിടെ കുറെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ അതുപോലെ ഇത് വേണോടാ പറക്കാം. ഇത് ചെറിയ ഗൈസ് ഇതാട്ടോ കാട്. എന്റെ പേരെന്താ? നിഖില. എന്റെ പേരെന്താ? പേരെന്താ? പ്രണവ് വയനാട്. ബൈ ബൈ. ചോക്ലേറ്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. എല്ലാ തരം ചോക്ലേറ്റും ഉണ്ട്. വേറെ ഇവിടെ ഒന്നും കാണാനില്ല, ഫുള്ള് ചോക്ലേറ്റാ. ഒന്ന് കഴിച്ചല്ലേ? ഫോറിനേഴ്സാണ് വരുന്നത് അല്ലേ? ഫോറിനേഴ്സിന് നാട്ടുകാരാ കണ്ടറിഞ്ഞൂടല്ലേ? ഫോറിനേഴ്സ് വരുന്നുണ്ട്. വേണ്ട ഓരെല്ലാരും ഞെട്ടിയിരുന്നു.
തണുപ്പുള്ള ചോക്ലേറ്റ് ഫാക്ടറിയാണ്. കയറി വെക്കാം. എല്ലാത്തരം ചോക്ലേറ്റുകളുണ്ട്. കാഷ്നട്ട് അണ്ടിപ്പരിപ്പാണ് എന്തുണ്ട് വല്ല സാമ്പിൾ കിട്ടി. സാമ്പിള് നമ്മള് ഏതോ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ട്രീ പാർക്കാണ് ഗൈസ്. ട്രീ പാർക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ശരിയാ ഇപ്പൊ തണുപ്പുണ്ടല്ലേ? ഇപ്പൊ ചെറുതായിട്ട് തണുപ്പുണ്ട് ഗൈസ്. ഇതിനെ മൂക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. പായസോ? അപ്പൊ അറിയാ ഇത് ഊട്ടിയാണ്. ഊട്ടി പോയിട്ടുണ്ട് ഒരു മാറ്റമില്ല. എന്താ ആള് മാറി സുന്ദരി. എന്തരിയേ എന്തരി അവിടെ ഇരിക്കല്ലേ, അവിടെ ഇരിക്കല്ലേ, വീട്ടിൽ പോ. ചാടി പിടിച്ചാൽ നോക്കിയാൽ സുന്ദരി വരങ്ങം തന്നെ. ഉച്ച വരെ ഒരു തണുപ്പുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഇന്നലെ വന്നിട്ടുണ്ട് നമ്മള്. അയ്യോ സംഭവം അതെ രാത്രി എടുത്ത് തണുപ്പില്ലേ. ഞാൻ ഇന്നലെ ഓളെ വിളിച്ച് പറഞ്ഞു നമുക്ക് രാത്രി വിട്ട വൈകുന്നേരം വിട്ടാലോ. ഇന്നലെ എനിക്ക് പനി മുമ്പില് അത് പനിയൊന്നും അത് വന്നിട്ട് എവിടെ നിൽക്കാറോ കള്ളപ്പനി. അത് മേലെ പനിയാണ്. കുറച്ച് ഒരു 3-4 പേരും കൂടെ വലിയ വണ്ടി കൊണ്ടാണെങ്കിൽ രാവിലെ ഇറങ്ങിയാൽ ബൈക്കിലൊക്കെ രാവിലെ 6-7 മണി 8 മണിയൊക്കെ നമുക്ക് ദിവസം ബൈക്കില് കേട്ടോ. തണുപ്പ് തൊട്ടി അവിടെ പോയാലോ അവിടെ പോയാലോ പാടാണ്. ആരെ പോയാ മഴ പെയ്യോ? മഴ ആറുണ്ട്. മഴ കണ്ടോ? മഞ്ഞാണ്. പെട്ടിക്കട ഉണ്ട് കാര്യമില്ല. ഇവിടെ കാറ്റിന് ഓടിക്കടാ തടുക്കടാ. ചന്ദ്രന് വൃത്തി കിട്ടായിരുന്നു. തണുപ്പ് അങ്ങോട്ട് വരുന്നത്. ഊട്ടിന്റെ തണുപ്പട കിട്ടി. ഇതൊന്നല്ല വർത്തമാനിയായി കുറച്ച് കഴിഞ്ഞാൽ അടപ്പ് തോന്നും. അപ്പൊ നമ്മൾ നാട്ടിലൊക്കെ തടുപ്പാണോ അല്ലേ?
വീടാ അവിടെ ഷോപ്പൊക്കെ ഉണ്ട്. ഒരു വീടൊക്കെ ഉണ്ട് guys. ഇവിടെ വീട് ഒരു 2 ദിവസം വാടകയ്ക്ക് ശരിയാണല്ലോ, വീടിന്റെ വ്യൂ നോക്ക്. ഇതാട്ടോ ഒരു വീട്. തണുപ്പ് ചെറുതായിട്ടുള്ളൂ. ഇതാണ് ഗൈസ് മുട്ടക്കുന്ന്. അല്ലേ പറയൂ. അതൊന്ന് മുകളിലോട്ടേക്കാം. ആ വീടൊക്കെ അല്ലേ? ഫോട്ടോ എടുക്കാം. ഓക്കെ, മുട്ടക്കുന്ന് ഗൈസ്. ഇത് മൊട്ടക്കുന്നല്ല. ഇത് എന്ത് കുന്നാ പിന്നെ? ഇതിന് മൂലമല്ലേ എന്തൊക്കെയാ നല്ലേ? ഞാൻ പേരും കഴിക്കില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് guys. കുട്ടിയോട് നമ്മൾ വിട പറയുക. ബൈ ബൈ ഊട്ടി. ഇപ്പോഴാണ് മഞ്ഞൊക്കെ വന്നത്. ഞങ്ങൾ വരുമ്പോൾ വരാനുള്ളത്. ബാക്കി പരിപാടി വീഡിയോയിൽ കാണാം. വീട്ടിൽ കാണാം.